ഏതൊരു വീടിന്റെയും സൗത്ത് ഈസ്റ്റ് കോർണർ, അതായത് തെക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് സമ്പത്തിന്റെ ദിക്കാണ്. തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ സമ്പത്തിനെ ബാധിക്കും. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ പാടില്ല. എന്തുകൊണ്ട്? അപ്പം ഇത് തെക്ക് കിഴക്ക് ഭാഗത്ത് വീട്ടിന്റെ ഉള്ളിലും പാടില്ല, വീടിന് പുറത്തും പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷുയിൽ പറയുന്നു, നിങ്ങളുടെ വീടിന്റെ ഓരോ ദിക്കുകളും നിങ്ങളുടെ ഓരോ സൗഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതൊരു വീടിന്റെയും സൗത്ത് ഈസ്റ്റ് കോർണർ, അതായത് തെക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിന്റെ സമ്പത്തിന്റെ ദിക്കാണ്. അപ്പോൾ ആ സമ്പത്തിന്റെ ദിക്ക് മലിനപ്പെട്ടു പോകുന്ന 3 കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയപ്പെടുന്ന ടോയ്ലറ്റ് ആണ്, ഒന്ന് സെപ്റ്റിക് ടാങ്ക് ആണ്, ഒന്ന് ആ ഭാഗം മിസ്സിംഗ് ആകുന്നതും അവിടെ മലിനപ്പെട്ടു പോകാൻ കാരണമാകും. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ സമ്പത്തിനെ ബാധിക്കും. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ചെക്ക് ചെയ്ത് നോക്കാം, ഉറപ്പായിട്ടും അവിടെ അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതല്ല, നിങ്ങളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാത്രവുമല്ല, വലിയ കടബാധ്യതകളിലേക്ക് പോകാനും ഇത് കാരണമാകും. അതോടൊപ്പം തന്നെ ഇത് തെക്ക് കിഴക്ക് ഭാഗം വീടിന്റെ സമ്പത്തിന്റെ ദിക്കെന്ന് പറഞ്ഞു. അതുപോലെ വീട്ടിലുള്ള ഒരു വ്യക്തിയെ ഈ ദിക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അത് ആ കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയാണ്. അപ്പൊ ഈ ഇങ്ങനെ പറയുമ്പോൾ പലരുടെ ഒരു സംശയം എന്ന് പറയുന്നത്, സാറേ എനിക്ക് 3 മക്കളുണ്ട്, അതിൽ മൂത്തത് 2 ആൺകുട്ടികളാണ്, ഏറ്റവും ഇളയതാണ് മോളെന്ന് പറയും. ആ ഇളയ പെൺകുട്ടി, അതായത് എത്ര കുട്ടികളുണ്ടോ അതിൽ പെൺകുട്ടിയിലെ മൂത്ത ആളിനെയാണ് ഈ ദിക്ക് ബാധിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഭാഗത്ത് വരികയാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കടബാധ്യതകൾക്കും കാരണമാകും. ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്ത് ഇത് ചെയ്യാൻ പാടില്ല. ഇനി സ്ത്രീകൾക്ക് പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് കാരണമാകും. ഇനി ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന 1-2 കാര്യങ്ങൾ, തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് ഒരു റെഡ് ലൈറ്റ് ഇടാം. വീടിന്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലക്കി ബാമ്പുകൾ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 4 ദിക്കുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 4 സ്വർഗീയ മൃഗങ്ങൾ നിങ്ങൾക്ക് വീടുകളിൽ സൂക്ഷിക്കാമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫുങ്ഷുയിൽ പറയുന്നുണ്ട്. അതിൽ പടിഞ്ഞാറ് ദിക്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് ഒരു വൈറ്റ് ടൈഗറാണ്. ഇത് എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിന്റെ ഹാളിൽ അഥവാ സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ ഏത് റൂമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിന്റെ വെസ്റ്റ് കോമ്പസ് നോക്കി ചെയ്യണം. അതിന്റെ വെസ്റ്റിൽ ടൈഗർ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഈസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രീൻ ഡ്രാഗൺ വെക്കാം. സൗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഫീനിക്സ് ബേർഡ് വെക്കാം. നോർത്തിലാണെങ്കിലോ നിങ്ങൾക്ക് ടോർട്ടോയിസ് വയ്ക്കാം. അപ്പോൾ ഫുങ്ഷുയിൽ പറയുന്നുണ്ട് 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു വീടിന്റെ വാസ്തുദോഷം പരിഹരിക്കാൻ ഇതിലും നല്ലൊരു മാർഗം ഫുങ്ഷുയിലില്ല.